എല്ലാവർക്കും നമസ്കാരം. സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ അഡീനിയം പ്ലാന്റ്സിൻ്റെ ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ കുറച്ച് അഡീനിയം പ്ലാന്റ്സുകൾ സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ വെറൈറ്റീസ് ആണ്, അതിന് എത്രയൊക്കെയാണ് റേറ്റ് വരുന്നത് എന്നൊക്കെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഒരുപാട് പേരുടെ കൈവശം കോമൺ വെറൈറ്റി അഡീനിയം പ്ലാന്റ്സുകളുണ്ട്. ആ നോർമൽ വെറൈറ്റി അഡീനിയം പ്ലാന്റ്സുകളിൽ ഒരുപാട് ഫ്ലവർ പിടിക്കുന്നതാണ്, ഒരുപാട് സീഡുകൾ ഉണ്ടാകുന്നതാണ്. ആ സീഡുകളൊക്കെ മുളപ്പിച്ച് പലരും ഒരുപാട് തൈകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ആ തൈകളിൽ എങ്ങനെ ന്യൂ വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നൊന്നും അറിവില്ലാത്തവർ ഇപ്പോഴും പലരും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ അതിൻ്റെ ഗ്രാഫ്റ്റിംഗ് ഒക്കെയാണ് കാണിക്കുന്നത്. ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അഡീനിയം പ്ലാന്റ്സിൻ്റെ ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു തരുന്നത്, അഡീനിയം പ്ലാന്റ്സിനെ കുറിച്ചും ബോഗൻവില്ല പ്ലാന്റ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തന്ന തോമസ് സാറ് തന്നെയാണ്. മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടുംപാടം പഞ്ചായത്തിലെ തോമസ് സാറ് തന്നെയാണ് ഈ അഡീനിയം പ്ലാന്റ്സിൻ്റെ ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചും നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഈ സാറിൻ്റെ കൈവശമുള്ള അഡീനിയം പ്ലാന്റ്സുകളൊക്കെ സെയിലിനുള്ളതാണ് എന്നാണ് സാറ് പറയുന്നത്. അതിന് എത്രയൊക്കെയാണ് റേറ്റ് വരുന്നത്, ഏതൊക്കെ വെറൈറ്റീസാണ് എന്നൊക്കെ ചോദിച്ചറിയാം. ചെടികൾ ഗ്രാഫ്റ്റ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒറിജിനൽ കളറിൽ വരുള്ളൂ. ഇതൊക്കെ ന്യൂ വെറൈറ്റി സീഡുകൾ മുളപ്പിച്ചിട്ട് അതിലുണ്ടായ പൂക്കൾ സാധാരണ പൂക്കളാണ്. കോമൺ വെറൈറ്റി ആയിട്ട് ഒറ്റ ഒരെണ്ണത്തിലും അതേ വെറൈറ്റി കിട്ടുന്നില്ല. ഇതെല്ലാം ഇങ്ങനെ ന്യൂ വെറൈറ്റിയുടെ സീഡായിരുന്നു. ന്യൂ വെറൈറ്റിയുടെ സീഡ് നോക്കിയിട്ടതാണ്. ഒറ്റ ഒരെണ്ണം പോലും ഡബിൾ പെറ്റലും ഉണ്ടായിട്ടില്ല, ആ കളറും ഉണ്ടായിട്ടില്ല. കോമൺ വെറൈറ്റി ആയിട്ട് വന്നില്ല, എല്ലാം അതെല്ലാം സിംഗിൾ പെറ്റലുമാണ്. അപ്പോൾ 100% അത് നമ്മൾ ഉദ്ദേശിച്ച കളർ തന്നെ കിട്ടാൻ വേണ്ടി ഗ്രാഫ്റ്റ് ചെയ്യുക തന്നെ വേണം അല്ലേ? ഗ്രാഫ്റ്റ് ചെയ്യുക തന്നെ വേണം. ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസ് കാണിക്കാം. ഇത് സെൻസിൽ നൈഫ്. പിന്നെ വേണ്ടത് ലേശം ഞാൻ സ്പിരിറ്റാണ് ഉപയോഗിക്കുന്നത്, ആൻറ്റിസെപ്റ്റിക് ലിക്വിഡ് സ്പിരിറ്റ് സ്റ്റെറിലൈസ് ചെയ്യാൻ. ഇത് ഗ്രാഫ്റ്റിംഗ് ടേപ്പ്. ഈ ടാപ്പ് സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. ഇത് ഗ്രാഫ്റ്റിങ്ങിന് മാത്രം അല്ല ഉപയോഗിക്കുക, ഇത് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനും. ഇത് വലിയ വിലയുള്ള സാധനമല്ല, വലിയ ബണ്ടിലിന് ഒരു 50 രൂപ 60 രൂപയൊക്കെ ഉള്ളൂ. ഇത് തീരാറായതാണ്. പിന്നെ കുറച്ച് റബ്ബർ ബാൻഡ്, പിന്നെ ഒരു പുതിയ ബ്ലേഡ്, ഒരു ടിഷ്യൂ പേപ്പർ, ഇത് എത്രയാണ് വേണ്ടത്. ഞാൻ ഇത് ചെയ്യുമ്പോൾ ആദ്യം ഈ സാധനങ്ങളൊക്കെ പുതിയതായതുകൊണ്ട് അത്ര ഇതൊന്നും ചെയ്തോണമെന്നില്ല. ഈ സ്പിരിറ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? പലരും ഹൈഡ്രജൻ പെറോക്സൈഡ് സാനിറ്റൈസർ ഒക്കെ ഉപയോഗിക്കലുണ്ട്. ഹൈഡ്രജൻ പെറോക്സൈഡ് ആണെങ്കിലും തെറ്റില്ല അല്ലേ? ഇതാണ് ലേശം ഇങ്ങനെ ഒന്ന് മുക്കിയ ഇത് മതി. ഇത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് കിട്ടുക? ഇത് മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടുന്നതാണ് സ്പിരിറ്റ്. അതിന് വലിയ വിലയൊന്നുമില്ല, 10-30 രൂപയോ അങ്ങാണ്ട് ഉള്ളൂ ഇതിന്. ഈ സാധനം ഞാനിങ്ങനെ ശരിക്കും ഒന്ന് വൈപ്പ് ചെയ്യും. പുതിയതിലൊന്നും ആവശ്യമില്ല. അതാണ് ഇതൊരു 5-6 എണ്ണമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് വൈപ്പ് ചെയ്യും. ഈ പുതിയ ബ്ലേഡിലൊന്നും അത് ആവശ്യമില്ല. അതാണ് എൻ്റെ കാര്യം. പിന്നെ ഇത് വൈപ്പ് ചെയ്യാൻ പക്ഷേ അണുവിമുക്തമാക്കുക എന്നുള്ളതാണല്ലേ? ഇപ്പം നമ്മൾ ആ യെല്ലോയുടെ ആണ് അല്ലേ ഇപ്പോൾ ചെയ്യുന്നത്? ഇത് എടുത്തത്. പിന്നെ ഇതാണ് സയോൺ. ഇതാണ് കോമൺ വെറൈറ്റി. ഇതാണ് അല്ലേ കോമൺ വെറൈറ്റി? 2 ബ്രാഞ്ചുള്ള ഫ്രൂട്ട് സ്റ്റോക്ക് എന്ന് നമ്മൾ പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെയാണ്. അത് കുറേ പൊക്കി ചെയ്യണോ അതോ കുറേ താഴ്ത്തി ചെയ്യണോ? അതിനെ പറ്റി ഒന്ന് പറയാം. പലതരത്തിൽ ചെയ്യാം. തീരെ താഴ്ത്തി ചെയ്താൽ പിടിച്ചില്ല, ഒന്നുകൂടെ ചെയ്യാനുള്ള അവസരം ഉണ്ടാവില്ല. പക്ഷെ ഭംഗി ഏറ്റവും കുറച്ച് താഴ്ത്തി ചെയ്യുന്നതാണ് ഭംഗി അല്ലേ? നല്ലൊരു ആവറേജ് ഇത്രയൊക്കെ ഉയരത്തിൽ ചെയ്യാം. ഞാനൊരു ഇത്ര ഉയരത്തിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ചെയ്യുന്നവരപ്പോൾ കുറച്ച് പൊക്കി ചെയ്താലും തെറ്റില്ല അല്ലേ? ഒരു തവണ ചെയ്തിട്ട് ഫെയിലാവുകയാണെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് അല്ലേ? ഇതിങ്ങനെ ചെയ്തിട്ട് ഞാൻ ഇതൊന്ന് വൈപ്പ് ചെയ്യും. ആ കറ ഒന്ന് കളയണം അല്ലേ? കളയും. എന്നിട്ട് ഇത് ഈ ഏതൊരു ചെടിയുടെ ഈ ഭാഗം, ഈ പുറത്ത് കാണുന്നതാണ് ബാർക്ക് എന്ന് പറയുന്നത്. ബാർക്ക് സ്കിന്നിലെ അതിനോട് ചേർന്നുള്ള ഈ ഭാഗമാണ് കാമ്പിയൻ ലെയർ എന്ന് പറയും. ഇതിനുള്ളിലാണ് നമ്മൾ കാതലൊക്കെ ആകുന്നത്. ഇതിന് കാതലില്ല ഇങ്ങനത്തെ ചെടികൾക്ക്. കാതൽ എന്നൊക്കെ പറയുന്ന ഭാഗം അത് കൂടുതൽ സെൻറ്റർ, അത് നിർജീവമായിരിക്കും. ഇതിൻ്റെ അങ്ങോട്ട് ബ്ലഡ് സർക്കുലേഷൻ പോലെ ഇതിൻ്റെ ദ്രാവകങ്ങളൊക്കെ പോകുന്നത് ഈ ബാർക്കിനോട് ചേർന്നുള്ള കാമ്പിയൻ ലെയറിൽ കൂടെയാണ്. അപ്പോൾ ഒരേ വലുപ്പമുള്ള ഇതുകൊണ്ട് ചെയ്യാൻ പറയുന്നതിന് കാരണം അതുമായിട്ട് കോണ്ടാക്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബാർക്ക് ടു ബാർക്ക്, അത് കാമ്പിയം ടു കാമ്പിയം ബാർക്ക് കിട്ടാൻ വേണ്ടി 3 തട്ട് കാണുന്നുണ്ട്. ഈ സെൻറ്റർ അധികം ഇതിൻ്റെ
ഈ ബ്ലഡ് സർക്കുലേഷൻ പോലുള്ള സർക്കുലേഷൻ കുറവുള്ള സ്ഥലമാണ് സെൻറ്റർ. ഏറ്റവും സെൻറ്റർ. അവിടെ നമുക്ക് 1ഉം 2ഉം ആണ് കിട്ടേണ്ടത്. ഇതുമായിട്ട് ഇങ്ങനെ കോണ്ടാക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഏതാണ്ട് ഒരേ വലുപ്പത്തിലുള്ളത് വേണമെന്ന് പറയാൻ കാരണം. ഇനി ഇപ്പം കാണിച്ചു തരാം. നമ്മളൊരു പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ റൂട്ട് സ്റ്റോക്ക് ഇതുപോലെ വലുതും പിന്നെ നമ്മൾ വെക്കുന്ന സൈഡിൻ്റെ പീസ് ചെറുതുമാണെങ്കിൽ പിടിക്കാം. പക്ഷേ നമ്മൾ ആ ഒരു സൈഡിലോട്ട് വെച്ച് ഗ്രാഫ്റ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ബാർക്ക് ടു ബാർക്ക് കാമ്പിയൻ ടു കാമ്പിയൻ എന്നുള്ള ആ ജോയിൻ്റ് ഒരു സൈഡിലേലും കിട്ടും. ഇതങ്ങനെ ഒരു സൈഡിലാണ് വെച്ച് ചെയ്തിരിക്കുന്നത്. ഇരു സൈഡിലോട്ട് വെച്ചു. സെൻറ്ററിൽ വെച്ചിരുന്നെങ്കിൽ ഇങ്ങനെ വളരില്ല. അത് ശരി. അപ്പോൾ മേളിൽ നമ്മൾ വെക്കുന്ന പീസ് വളരെ ചെറുതാണെങ്കിൽ പോലും അത് ഒരു സൈഡിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കണം. ഒരു സൈഡിലോട്ട് ഒരു അരികു ചേർത്ത് വെക്കണം ഇങ്ങനെ. അപ്പോൾ അതിന് അതേ ഗ്രോത്ത് കിട്ടും. അത് ഞാൻ കാണിച്ചു തരാം. വേറൊരെണ്ണം ഞാൻ സാമ്പിളായിട്ട് സെൻറ്ററിൽ വെച്ച് ഗ്രാഫ്റ്റ് ചെയ്തു. ഇത് ഞാൻ സെൻറ്ററിൽ വെച്ച് ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഇതിന് ഒരു ഗ്രോത്ത് ഒന്നുമില്ല അല്ലേ? അതും ഇത് ഒരുമിച്ച് ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഈ രണ്ട് പ്ലാന്റ് ഒരുമിച്ച് ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഒരു ദിവസം ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഇതിൽ നോക്കിയാൽ നല്ല ഗ്രോത്ത്. ഇതിൽ ആ ഇതിൻ്റെ സർക്കുലേഷൻ കറക്റ്റ് ആകാത്തതുകൊണ്ട് അതിന് ന്യൂട്രിയൻസ് അത്ര പെട്ടെന്ന് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇതിന് ഗ്രോത്ത് കുറഞ്ഞും ഇത് ഗ്രോത്ത് ശരിയായിട്ടും വന്നത്. അതെ, ഇത് കറക്റ്റ് പീസാണ് വെച്ചത്. ഇത് ഒരേ വണ്ണത്തിലുള്ള കഷ്ണമാണ് വെച്ചത് അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ സൈഡിലോട്ട് വെച്ചാലും മതി. സെൻറ്ററിൽ വെച്ച് ഞാൻ അങ്ങനെ സെൻറ്ററിൽ വെച്ചപ്പോൾ ഗ്രോത്ത് കുറഞ്ഞു. അതേസമയം ഇങ്ങനെ സൈഡിലാണ് വെക്കേണ്ടത് അല്ലേ? ഇങ്ങനെ മേളത്തത് വണ്ണം കുറവാണെങ്കിൽ മേലെ ഒരു സൈഡ് ചേർത്ത് വെക്കണം. സൈഡ് ചേർത്ത് വെക്കണം അല്ലേ? അത് ഗ്രോത്ത് ആയി വന്നു. അതേസമയം ഏറ്റവും സെൻറ്ററിൽ വെച്ച സമയത്ത് അത്ര ഗ്രോത്ത് ഇല്ലാതെ പോയില്ലേ? അതിന് ഈ ഭാഗമായിട്ടാണ് കോണ്ടാക്ട് വേണ്ടത്. ഇതൊരു സൈഡിലും കോണ്ടാക്ട് കുറവാണ്. ആ സെൻറ്ററിൽ പിടിക്കും. അല്ല അങ്ങനെ വലിയ സൈസിൽ വേണമെങ്കിൽ രണ്ടെണ്ണവും വെക്കാൻ പറ്റും. ചിലപ്പോൾ രണ്ടും പിടിക്കും. ചെറിയ സൈഡാണെങ്കിൽ ഒരെണ്ണത്തിൽ 2 പീസും വെച്ച് ഗ്രാഫ്റ്റ് ചെയ്യാം. അതല്ലേ? അങ്ങനെ വെക്കാം. ഗ്യാപ്പിനനുസരിച്ച് 2 3 ഒക്കെ വെക്കാം അല്ലേ? എത്ര ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഇതിന്ന് സൈഡിൽ നിന്നൊരു പീസ് നമ്മൾ എടുക്കുക. അതിങ്ങനെ ഇവിടെ ഇങ്ങനെ എവിടെയെങ്കിലും നിലത്ത് ഇതിങ്ങനെ ഒരു പ്രതലത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാൻ നല്ലത്. കൈ കൊണ്ട് എത്ര നോഡ് വേണ്ടി വരും? മിനിമം ഒരു 2 വേണം. ഒരു അത്ര ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നുമില്ല. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഇതിൽ മുറിച്ചെടുക്കാം. അതായത് ഒരു 2 ലീഫ് കൊഴിഞ്ഞു പോയ സ്ഥലം 3 ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇതിങ്ങനെയാണ് അത് മുറിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതൊന്ന് അത് വൈപ്പ് ഔട്ട് ആക്കലില്ല. ഇത് ശരിക്കും വൈപ്പ് ഔട്ട് ആക്കി പിന്നെ അതിന് മുകളിൽ ഇതിങ്ങനെ വെക്കാം. അതിൻ്റെ തല മാറി പോവാതെ ശ്രദ്ധിക്കണം. തല മാറുന്നുണ്ട്. ഇത് ഏതാണ്ട് വലിയ കുഴപ്പമില്ല, ഒരേ വലുപ്പമാണ്. ഇനി അതിൽ ഗ്രാഫ്റ്റിംഗ് ടൈപ്പിൻ്റെ ഒരു ചെറിയ പീസ് ഇതിങ്ങനെ എടുത്തു. ഇത് ഓൺലൈൻ വഴി മേടിക്കാൻ കിട്ടുമോ? ഓൺലൈനിൽ മേടിക്കുമ്പോൾ വില കൂടുതൽ കൊടുക്കേണ്ടി വരും. അവർ ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് എന്നുള്ള പേരിൽ വില മേടിക്കും. നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. അതിങ്ങനെ ഒന്ന് വലിയ സൈസ് വലിയ നല്ല ഇതായിട്ടുള്ളതാണ്. ഇത്ര ഇങ്ങോട്ട് വലിയ. എന്നിട്ട് അതിലൊരു റബ്ബർ ബാൻഡ് ഇടുക. അത് നല്ലപോലെ അമുക്കി പിടിക്കണം അതോ അടിയിലോട്ട് നല്ല വലിച്ചു പിടിക്കണം? അപ്പോൾ മേളിൽ വെക്കുന്ന പീസും താഴത്തെ ആ പീസുമായിട്ട് പിന്നെ ഏറെക്കുറെ ഒരേപോലെ വരണം അല്ലേ? ഒരേപോലെ വരണം. ഇനിയുള്ളത് വി ഗ്രാഫ്റ്റിംഗ് ആണ്. വി ഗ്രാഫ്റ്റ് അതേ തന്നെ ചെയ്യണോ? ഇത് ഈ സൈഡിൽ തന്നെ ഞാൻ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലേ? രണ്ടും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ചെയ്ത് ഫ്ലാറ്റ് ഗ്രാഫ്റ്റിംഗ് ആണല്ലേ? ഇനി വി ഗ്രാഫ്റ്റ് ആണ് കാണിക്കുന്നത് അല്ലേ? വി ഗ്രാഫ്റ്റിന് ഇതിൻ്റെ ഒരു എഡ്ജാണ് എടുക്കേണ്ടത്. ഇങ്ങനത്തെ ഇതെടുക്കുക. ഇത് യെല്ലോ തന്നെയാണ് അല്ലേ? യെല്ലോ തന്നെയാണ്. ലീഫുകളൊക്കെ കളയണം എന്നുണ്ടോ? ലീഫ് കളയണം. ലീഫ് കളഞ്ഞില്ലേ ഇതിൻ്റെ ജലാംശം എല്ലാം കളയും. ഇത് തട്ടിച്ച് കളയും. ശരി. ലീഫ് കളയണം. ഇനി വേണ്ടത് ഇതിലൊരു കട്ടിടുവാണ്. വി പോലെ ചെയ്യണം അല്ലേ? വി പോലെ ചെയ്യുന്നതിൽ അതൊന്ന് ഇപ്പോൾ തുടച്ചു കൊടുത്തല്ലോ അല്ലേ? തുടച്ചതാണ്, കുഴപ്പമില്ല. ഇനി ഇതിൽ ഇടുന്ന കട്ട് ഇങ്ങനെ ചിലർ കൃത്യ സെൻറ്ററിൽ ഒരു പിളർപ്പിടുക. അങ്ങനെയല്ല വേണ്ടത്. ഇങ്ങനെ ചെറുതായിട്ട് ചെരിച്ചിട്ട് ഇതിൽ നിന്നൊരു ചെറിയ പീസ് എടുത്ത് കളയണം.
ഇങ്ങനെ നോട്ടെ. കുറച്ചുകൂടെ ഇതായിട്ട് വേണം. കുറച്ചുകൂടെ അടിയിലേക്ക് ഇതുണ്ടോ? ആ, ഒരു വി ഷേപ്പിൽ അങ്ങ് എടുക്കണം അല്ലേ? എടുത്ത് കളയണം. പിന്നെ വേണ്ടത് ഇതൊരു വെഡ്ജ് പോലെ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ചെത്തിക്കളയാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് ചെത്തി. അതിൻ്റെ ഇടയ്ക്ക് തൊടാനൊന്നും പാടില്ല അല്ലേ? കട്ട് ചെയ്ത് ഉള്ളിൽ തൊടരുത്. പിന്നെ അത് ഇതിൽക്ക് കുറച്ച് കുറവാണെങ്കിൽ ലേശം കൂടെ ഒന്ന് വലുതാക്കാം. ഇത് ഇങ്ങനെ വെക്കുക. ഇനി അതിൽ ചെറിയ ഇതിപ്പോൾ വിയും ഫ്ലാറ്റും കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു എന്നുള്ളൂ. അതേസമയം ഇത് ശരിക്കും പറഞ്ഞൊരു ഭംഗികേടാണ് അല്ലേ? അങ്ങനെ ഒരു നമ്മൾ സാധാരണ ഒരു ടൈപ്പാണ് ചെയ്യൽ. പിന്നെ അതിൽ ഞാൻ ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ ടേപ്പുകൾ, ഇത് നമ്മൾ ഈ റബ്ബർ നഴ്സറിക്കാരൊക്കെ ചെറിയ റബ്ബർ പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേപ്പാണ്. ഇത് വലിച്ച നീളം സൈസാണ്. ഇത് റബ്ബർ ബോർഡ് ഓഫീസിലൊക്കെ കിട്ടും. റബ്ബർ ബോർഡ് ഓഫീസല്ല ഇത്. ഇങ്ങനെ ഈ കൂടുതൽ റബ്ബർ നഴ്സറി ഉള്ളിടത്തൊക്കെ ഈ നമ്മുടെ പ്രസ്സുകളില്ലേ, പേപ്പർ പ്രസ്സുകൾ, അവരാണ് ഇത്, അവർക്കാണ് അതിൻ്റെ മെഷീനുള്ള, അവർ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ബണ്ടിലാക്കി വിൽക്കുന്നുണ്ടാവും. ഇത് നമ്മുടെ ഒരു അനിയൻ റബ്ബർ നഴ്സറി ഉണ്ടായിരുന്നാവും, അയാളോട് ഞാൻ അനിയനോട് വാങ്ങി വെച്ചിരുന്നതാണ്. ശരി ശരി. ഇത് വളരെ എളുപ്പമുണ്ട്, മുറിക്കാനൊന്നും പോകണ്ട. സാധാരണ പ്ലാസ്റ്റിക് മുറിച്ച് കൊടുക്കുക അങ്ങനെ. സാധാ പ്ലാസ്റ്റിക് ഇങ്ങനെ നീട്ടി മുറിച്ചാലും മതി അല്ലേ? മുറിച്ച് കൊടുക്കാം. പക്ഷേ ഇത് നല്ല ക്ലീൻ ആയിരിക്കും. ഇതങ്ങനെ ഒരു അങ്ങനെ ചുറ്റുക. ഇങ്ങനെ ചുറ്റി ഇതുകൊണ്ട് തന്നെ ഒരു കെട്ടുവിടുക. അതുകൊണ്ട് തന്നെ ചെയ്താൽ മതി. അവിടെ റബ്ബർ ഇട്ടോളണം എന്നില്ല അല്ലേ? അവിടെ റബ്ബർ വേണ്ട. പിന്നെ അതിന് മുകളിൽ വേണ്ടത് ഒരു ചെറിയ പ്ലാസ്റ്റിക് കൂട്, ചെറിയ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന പ്ലാസ്റ്റിക് കൂട് ഇട്ടിട്ട്. സാർ ഇതിപ്പോൾ ഇങ്ങനെ വിയും ഫ്ലാറ്റും ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതല്ലേ? അതേസമയം ഇത് കണ്ടോ, ഒന്ന് ഹൈറ്റിൽ നിൽക്കുന്നു, ഒന്ന് അത് വളർന്നു വരുമ്പോൾ ഒക്കെ ശരിയാവും. പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചെയ്യുമ്പോഴുള്ള പ്രശ്നമുള്ളൂ. പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഈ വി ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിനറ്റത്തുള്ള മൊട്ടുകളൊക്കെ പോകാതെ അതിൽ തന്നെ പൂക്കൾ വിരിയും. അത് ശരി, വരാതെ തന്നെ. ഇത് അതിന് പെട്ടെന്ന് ഇത് പിടിച്ച് കിട്ടിയാൽ പെട്ടെന്ന് പൂവുണ്ടാവും. ശരി. വി ഗ്രാഫ്റ്റ് ചെയ്ത ഒരു പ്ലാന്റാണിത്. ഇതിൽ ഇങ്ങനെ ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഈ ഭാഗമാണ്. ഇത് കണ്ടില്ലേ, വി ആയിട്ട് ഇങ്ങനെയാണ് ഇത്. അതിന് പുറത്തും മുളച്ചാണിത്. ഇത് ഇങ്ങനെ വരുന്നത് അപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഇച്ചിരി സാഫും കൂടെ തേച്ചാൽ മതി. ഇത് വി ഗ്രാഫ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ ഉള്ളിൽ നിന്ന് ഒരു പീസ് എടുത്ത് കളഞ്ഞിട്ട് വെച്ചിട്ട് ഗ്രാഫ്റ്റ് ചെയ്താൽ ഞാൻ ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് നോക്കിയാൽ ഇത് നന്നായിട്ട് വളർന്ന് നല്ല ഹ്യൂസായി അറിയത്തില്ലാത്ത പോലെ ആയിട്ടുണ്ട് എല്ലാ സൈഡും. ഇത് അതിൽ നിന്ന് തന്നെയാണ് ഈ പൂ ഉണ്ടായത്. പക്ഷേ നിങ്ങൾ വെറുതെ നടുവിൽ ഇങ്ങനെ ഒരു കീറലിട്ടിട്ട് അതിൽ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡും പിടിച്ചു കഴിയുമ്പോൾ ഇങ്ങോട്ട് അകന്നു വരും. ഇത് നടുവിലൊരു കഷ്ണമായിട്ട് നിൽക്കും. അതിന്റെ പ്രധാന കാരണം അങ്ങനെയാണ്. ഇത് കറക്റ്റ് ആയല്ലോ. ഇത് എന്താണ് കറക്റ്റ് ചെയ്യാൻ കാരണം ഞാൻ പറഞ്ഞ പോലെ ഒരു വി ഷേപ്പിൽ ഒരു പീസ് എടുത്ത് കളഞ്ഞിട്ട് അതിൽ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഞാൻ ചെയ്യുന്ന വി ഗ്രാഫ്റ്റ് ചെയ്യുന്നത് മറ്റതും കുറച്ച് കഴിയുമ്പോൾ തിരിച്ചറിയാറില്ല. അതുപോലെ തന്നെ ഫ്യൂസായി വരലുണ്ട്. ശരി. ഒരു ചെറിയ കഷ്ണം വി പോലെ അവിടെ നിന്ന് കളഞ്ഞിട്ട് വേണം ചെയ്യാൻ അല്ലേ? തണലത്ത് വെക്കണം. എത്ര ദിവസം തണലത്ത് വെക്കണം സാറേ? ഒരു 10-15 ദിവസം ആകുമ്പോൾ ഇതൊക്കെ പൊട്ടി പുറത്തോട്ട് വരും. ഈ പ്ലാസ്റ്റിക് പൊട്ടിയിട്ട് മുളകൾ പുറത്ത് വരും. എത്ര ദിവസം കൊണ്ട്? ഒരു 15 ദിവസത്തിന്. പിന്നെ നല്ല ഇൻഡോറിൽ വെക്കണം അതോ? അല്ല, ഇൻഡോർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഷെയ്ഡുള്ള സ്ഥലത്ത് ഡയറക്റ്റ് പ്രകാശം വേണം. ഇരുട്ടത്തല്ല വെക്കണ്ടേ, സൂര്യപ്രകാശം വേണം. എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് പാടില്ല. അങ്ങനെ എത്ര ദിവസം അത് വെക്കണം? അങ്ങനെ ഒരു 10-15 ദിവസം കൊണ്ട് ഇതിൽ മുള വരും. പിന്നെ അത് മുള വരുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ വെളിച്ചത്തോട്ട് എടുത്ത് വെക്കാം. മുള വന്ന് പുറത്തോട്ടൊക്കെ പൊട്ടി തുടങ്ങുമ്പോൾ ഈ പ്ലാസ്റ്റിക് എടുത്ത് മാറ്റിയാൽ മതി. അല്ലേ? അതുവരെ എടുത്ത് മാറ്റണ്ട. ഇതാണ്. ഇതിപ്പോൾ 15 ദിവസം മുമ്പ് ചെയ്ത പ്ലാന്റുകൾ ഉണ്ടോ അവിടെ? ഗ്രാഫ്റ്റ് ചെയ്ത കാണിച്ചു തരാം. 15 ദിവസം മുമ്പ് ചെയ്ത 15 ദിവസം മുമ്പ് ചെയ്ത ചെടികളാണ്. ഈ സൈഡിൽ നിന്ന് വരുന്ന ഈ മുളകൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം അല്ലേ? ഇത് വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇതിൽ നിന്ന് ഗ്രോത്തിന് ശക്തി കുറഞ്ഞു പോകും. അത് ചിലപ്പോൾ ഉണങ്ങിയും പോകും. ഇതൊക്കെ ഇപ്പോൾ 15 ദിവസം മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ അതാണ്.
ഇത് എനിക്കുള്ള ഒരു അറബിക്കം പ്ലാന്റ് ആണ്. ഇതിൽ അങ്ങനെ അധികം പൂക്കളൊന്നും ഉണ്ടാകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് ഒന്നിലധികം വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ട് അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഇതിൽ ഒരു മഞ്ഞയും പിന്നെ ഒരു റോസുമാണ് 2 വെറൈറ്റി മാത്രമേ ഇതിൽ ചെയ്തിട്ടുള്ളൂ. അത് 2 ഏതാണ്ട് ഒരേ വളർച്ചയുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തത് ഒരു പരീക്ഷണമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ തലകളും മുറിച്ച് എല്ലാത്തിലും ഗ്രാഫ്റ്റ് ചെയ്തു. അപ്പോൾ ആദ്യം ഗ്രാഫ്റ്റ് ചെയ്തത് ഇലകളായി. അപ്പോൾ അന്ന് പിടിക്കാതെ പോയ ചിലതുണ്ട്. അതാണ് രണ്ടാമത് ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ശരി, അന്ന് കുറച്ച് പിടിക്കാതെ പോയി. അങ്ങനെ കുറച്ചൊക്കെ പോവും. നമ്മൾ രണ്ടാമത് പിടിച്ചിട്ടില്ലെങ്കിൽ മുറിച്ചിട്ട് മൂന്നാമത് ചെയ്യും. പക്ഷേ ഇതിനും ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ ഒറിജിനൽ ചെടിയിൽ നിന്ന് വരുന്ന മുള അപ്പം തന്നെ മുറിച്ച് കളയണം. അല്ലെങ്കിൽ അത് ശക്തി പ്രാപിക്കുകയും ഇത് ക്ഷയിച്ചു പോവുകയും ചെയ്യും. ശരി, ഇങ്ങനെ ഒരു പരീക്ഷണമായിട്ട് ചെയ്യുന്നതാണ്. കണ്ടോ, ഇങ്ങനെ 2 വെറൈറ്റീസ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലത്തെ ചെറിയ മുളകൾ ഉണ്ട്. അപ്പം തന്നെ പെട്ടെന്ന് ഹൈറ്റിൽ അത് പെട്ടെന്ന് വളർന്നു പോകും. ഒരു വളരെ കുറവുള്ളൊരു അറബിക്കൻ പ്ലാന്റ് ആണല്ലേ. അറബിക്കാണ്. അങ്ങനെ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. അങ്ങനെ ഏറ്റവും മേളിൽ അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിൽ എന്താണ് സ്ഥിതി അറിയോ? അതിൻ്റെ മുന്നേ ചെയ്തിട്ടില്ല. ഇത് ഞാനൊരു പരീക്ഷണമായിട്ട് ചെയ്യുന്നതാണ്. എല്ലാ തലയിലും ചെയ്യുകയാണെങ്കിൽ അതിന് ഗ്രോത്ത് വന്ന് അതിൽ പൂവൊക്കെ ഉണ്ടാവും. അതിൽ കുറച്ചെണ്ണത്തിൽ മാത്രം ചെയ്താൽ ബാക്കിയുള്ളതിന് ഗ്രോത്ത് വരും. ഇത് അവിടെ നിന്ന് പോകും. അപ്പോൾ ചെയ്യുമ്പോൾ മൊത്തം കട്ട് ചെയ്തിട്ട് വേറെ ഒരു ഗ്രോത്ത് ഉണ്ടാകാൻ സമ്മതിക്കരുത്. അതാണ് ഇതിൻ്റെ പ്രധാന കാര്യം. പിടിച്ചു കിട്ടിയിട്ടുണ്ട് അല്ലേ. 2 തരത്തിലുള്ള പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഒന്ന് മഞ്ഞയും ഒന്ന് റെഡും. അതിൽ തന്നെ ഇത് മഞ്ഞയുടെ ഇതിൻ്റെ ഗ്രോത്തിൽ ലേശം വ്യത്യാസമുണ്ട്. ഇത് അടുത്ത് ചെയ്തതാണ്. ഇതുണ്ട്, ഇത് പെട്ടെന്ന് അങ്ങ് പൊങ്ങിപ്പോവും. ഇതിന് കൂടുതൽ പൊങ്ങിപ്പോയി കഴിഞ്ഞാൽ മഞ്ഞ ഇതിനകത്ത് സപ്രസ് ചെയ്ത് കളയും. അപ്പോൾ കാണാൻ ഏതാണ്ട് ഒരേ വളർച്ചയുള്ള ടൈപ്പ് നോക്കിയെടുക്കാൻ കുഴപ്പമില്ല. അല്ലെങ്കിൽ സിംഗിൾ ചെയ്യുന്നതാണ് നല്ലത്. ചിലത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നീണ്ടു പോകുന്ന സൈസ് ഉണ്ട്. ഇതിപ്പോൾ ഈ സമയം കൊണ്ട് ചില സൈസ് ഇത് നല്ല പൊക്കം വരും അല്ലേ. അപ്പോൾ ഇത് പിന്നെ പല ശിഖരങ്ങളിൽ പല വെറൈറ്റിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് ഉള്ള ചെടികൾ വേണം അല്ലേ. അല്ലെങ്കിൽ ഒന്ന് അങ്ങനെ പെട്ടെന്ന് നീണ്ടു പോകും അല്ലേ. ശരി. ഈ തോമസ് സാറിൻ്റെ അടുത്തു നിന്നും ചെയ്ത ബോഗൻവില്ല പ്ലാന്റ്സിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്ന ഒരു വീഡിയോയും അതുപോലെ തന്നെ അഡീനിയം പ്ലാന്റ്സിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്ന ഒരു വീഡിയോയും, അങ്ങനെ 2 വീഡിയോകൾ ചെയ്തിരുന്നു. നല്ല അറിവ് കിട്ടുന്ന 2 വീഡിയോകളായിരുന്നു അത് രണ്ടും. ആ വീഡിയോകൾ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവർ അത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അറിവ് കിട്ടുന്ന വീഡിയോ തന്നെയാണ് അത് രണ്ടും. ഇനി ഈ സാറിൻ്റെ അടുത്ത് കുറച്ച് അഡീനിയം പ്ലാന്റ്സുകൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. അത് ഏതൊക്കെ വെറൈറ്റീസാണ് എന്നും അതിന് എത്രയൊക്കെയാണ് റേറ്റ് വരുന്നത് എന്നും നോക്കാം. സാറിൻ്റെ നമ്പറാണ് സ്ക്രീനിൽ കൊടുക്കുന്നത്. ഈ പറയുന്ന റേറ്റിന് നിങ്ങൾക്ക് പ്ലാന്റ്സിന് ഇൻട്രസ്റ്റ് ആണെങ്കിൽ സാറിനെ കോൺടാക്റ്റ് ചെയ്യുക. ഞാനല്ല സെയിൽ ചെയ്യുന്നത്, സാറിനെയാണ് നിങ്ങൾ വിളിക്കേണ്ടത്. സാറിൻ്റെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. സാറിന് മെസ്സേജ് ചെയ്യുകയാണ് വേണ്ടത്. മെസ്സേജിന് റിപ്ലൈ തരുന്നതായിരിക്കും. DTDC വഴി പ്ലാന്റ്സുകൾ കൊറിയർ ചെയ്ത് തരുന്നതാണ്. 5 പ്ലാന്റ് കൊടുക്കുന്നു പറഞ്ഞത് ഇങ്ങനത്തെ പ്ലാന്റുകളാണ്. 1000 രൂപയ്ക്ക് 5 പ്ലാന്റ്. ഇതൊക്കെ മൾട്ടിപ്പിൾ. ഇതൊക്കെ വെറൈറ്റി മനസ്സിലാവില്ലേ. ഇതൊക്കെ റോസാണ്. ഇതിൽ ചെറിയ മുട്ടുകളെ ഉണ്ട്. ഇത് കൊണ്ടുപോയാൽ ഒരു 8-10 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ പൂവാകും. ഇതിൽ അധികം വെറൈറ്റി ഇല്ല. ഒരു 3-4 വെറൈറ്റി ഉള്ളൂ. ഇതൊക്കെ റോസാണ്. പിന്നെ ഉള്ളത് റോസ് മൾട്ടിപെറ്റൽ അല്ലേ. എല്ലാം മൾട്ടിപെറ്റലാണ്. പിന്നെ അതിന്റെ വെറൈറ്റി പറയാൻ പറ്റുമോ? ഫോട്ടോ ഇട്ട് കൊടുക്കാൻ പറ്റുമോ? അതിന്റെ എല്ലാത്തിനും പൂക്കളുടെ ഫോട്ടോ ഉണ്ട്. ഇത് മഞ്ഞയാണ്, യെല്ലോ ആണ് അല്ലേ. ഇതൊരു വേറെ വെറൈറ്റിയാണ്. പിന്നെ അങ്ങനെ 5 എണ്ണത്തിന് 1000 രൂപയാണ്. 1000 രൂപ. അതിൽ വേറെ ഇതുണ്ട്. ഇതൊക്കെ വേറെ. ഇത് റെഡാണ്. 5 എണ്ണത്തിന് 5 തരം കൊടുക്കാൻ ചിലപ്പോൾ ഉണ്ടാവില്ല. ഇല്ല, അത് ചിലപ്പോൾ 5 വെറൈറ്റി ഉണ്ടാവില്ല. 3-4 വെറൈറ്റി ഉണ്ടാവുള്ളൂ. ഇതിൽ കൂടുതലും റോസും മഞ്ഞയൊക്കെയാണുള്ളത്. ഇത് സാറിന് വെറൈറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ അല്ലേ. അതൊരു യെല്ലോ ആണ്. അത് കാണിക്കാം. ഇത് യെല്ലോ ആണ്. അങ്ങനെ 5 പ്ലാന്റിനാണ് 1000 രൂപ. അപ്പോൾ അത് ഏതൊക്കെ വെറൈറ്റി ആണെന്ന് സാറ് പറയും അല്ലേ. 150 രൂപ അതിന് കൊറിയർ ചാർജും വരും. 5 എണ്ണത്തിന് 150 രൂപയാണ് കൊറിയർ ചാർജ്. ഇതെല്ലാം 800 ആണോ? ഇതൊക്കെ 800ന്റെ പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ 6 വർഷം പഴക്കമുള്ള ചെടികളല്ലേ. അതിൽ പല ഒരുപാട് കാണാത്ത വെറൈറ്റികളുണ്ട്. ചെറിയ പൂക്കളുള്ള. ഇതൊക്കെ 800 ആണ് അല്ലേ. 800 ആണ്. ഇവിടെ 500ന്റെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ. അത് അതിനേക്കാളും കുറച്ചുകൂടെ വലിപ്പം കുറവാണ്. ഇതിലും മുട്ടുകളൊക്കെ ഉള്ളതാണ്. 500 രൂപയുടെ പ്ലാന്റ് അല്ലേ. 500 രൂപയുടെ. ഇതിൽ എത്ര വെറൈറ്റി ഉണ്ടാവും? ഇതിൽ 5-8 വെറൈറ്റികളുണ്ട്. യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്. ഇതൊക്കെ ഒരു 6 വർഷം പഴക്കമുള്ള ചെടികളാണ് അല്ലേ. 5-6 വർഷം പഴക്കമുള്ളതാണ്.
ഇതിൻ്റെയൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം എല്ലാം വളർന്ന് ഫ്യൂസ് ആയതാണ്, അറിയത്തില്ലാത്ത പോലെ ആയതാണ്. 1000 രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റിനേക്കാളും ചെറിയ വലുപ്പക്കുറവേ ഉള്ളൂ ഇതിന്. ഇത് ഞാൻ 800 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത് ശരി. ഇത് 800 റുപ്പീസ്. അതിനേക്കാളും ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എല്ലാത്തിലും പൂക്കളുണ്ട്, പൂക്കളില്ലാത്തതിനകത്ത് മൊട്ടുണ്ട്. 6 വർഷം പഴക്കമുള്ള ചെടികളല്ലേ? ഇത് ഇതിനൊക്കെ 800 ആണോ? 800 ആണ്. ഇത് 800 ആണ്. ഈ പ്ലാന്റിൻ്റെ ഒക്കെ റേറ്റ് ഒന്ന് പറയണം സാറേ. ഇത് ഒക്കെ 1000 രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റുകളാണ്. 1000. 1000. നിങ്ങൾ ഈ പൂവുള്ള പ്ലാന്റ് വാങ്ങിയാൽ നിങ്ങളവിടെ എത്തുമ്പോഴത്തേക്ക് ഇതിൻ്റെ പൂക്കളൊക്കെ വീണു പോകും. പിന്നെ ഇതിലുള്ള മൊട്ടുകളില്ലേ, ഈ മൊട്ടുകളൊക്കെ നിങ്ങൾക്ക് അവിടെ ഒരു 10 ദിവസത്തിനകം എല്ലാം പൂക്കളായി കിട്ടും. പക്ഷെ പൂക്കൾ എന്നാൽ അത് ഏതായാലും പൂക്കൾക്കൊരു കാലാവധി ഉണ്ടല്ലോ, ഒരു 10 ദിവസം അടച്ച് റീപ്പോർട്ട് ചെയ്ത് അയക്കുമ്പോൾ അത് പൂക്കളൊക്കെ പൊഴിഞ്ഞു പോകും. ബാക്കിയുള്ളത് പിന്നെയും പൂവായി വരും. അതുപോലെ ബഡുള്ളതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അല്ലേ? പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് ഇത് കണ്ടോ, ഇതൊക്കെ 1000 രൂപയ്ക്ക് കൊടുക്കുന്നതാണ്. ഇതിൽ നോക്കിയത് ഇതിലൊക്കെ നിറയെ മുട്ടുകളാണ്. എൻ്റെ ചെടികളിൽ നിറയെ പൂവ് കഴിഞ്ഞ മാസത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ഒത്തിരിയൊക്കെ അത് പൊഴിഞ്ഞു പോയിട്ട് രണ്ടാമത് മുട്ടുകൾ വരുന്നതാണിത്. രണ്ടാമത്തെ ഫ്ലവർ കുറച്ച് കുറവുള്ള ടൈമല്ലേ? അപ്പോൾ അതെല്ലാം മുട്ടുകളുണ്ട്. ഫ്ലവർ ഉള്ളതൊക്കെ സെയിലായി പോയി. ഇപ്പോൾ ബാക്കിയുള്ളത് കണ്ടോ, ഇതൊക്കെ 1000 രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റുകളാണ്. ഇവിടെ ഇതല്ലാതെ എനിക്ക് 800-നും. ഇത് എത്ര ഇയർ? ഇതൊക്കെ 7-8 വർഷമൊക്കെ പ്രായമുള്ള പ്ലാന്റുകളാണ്. ഇതാണെങ്കിൽ 1000 രൂപയ്ക്ക് കൊടുക്കുന്ന വേറൊരു പ്ലാന്റ്. ഇതിൻ്റെ പൂക്കൾ കണ്ടോ, എന്താ എൻ്റെ വലുപ്പം നോക്കിയത്, വലിയ വലുപ്പം 1000 ആണ്. 1000 ആണ്. അതുപോലെ മിക്കതിലും ഇപ്പോൾ ഉള്ളതിനകത്തൊക്കെ നിറയെ മുട്ടുകൾ. ഇത് കണ്ടോ, ഇതിൽ നോക്കിയാൽ നിറയെ മുട്ടുകൾ. പ്രൂൺ ചെയ്ത് കുറേ ശിഖരങ്ങൾ വന്നിട്ടുള്ളതാണല്ലേ? നല്ല മുട്ടുകളുള്ള പ്ലാന്റുകളാണ്. ഇതൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഫ്ലവർ മേടിച്ച് നിങ്ങൾ അഴിച്ചാൽ ഒരു 3-4 ദിവസത്തിനകം റിപ്പോർട്ട് ചെയ്താൽ ഈ പൂക്കളൊക്കെ വരും. അതേസമയം ഫ്ലവർ ഉള്ളതാണെങ്കിൽ കൊഴിഞ്ഞു പോകാൻ സാധ്യത. പിന്നെ രണ്ടാമത് ഓൺലൈൻ വഴി മേടിച്ച് കഴിഞ്ഞാൽ ഫ്ലവർ ഉള്ളതാണെങ്കിൽ ഫ്ലവർ കൊഴിഞ്ഞു പോകും. ഇത് കണ്ടോ, ഇതൊക്കെ പുതിയ വെറൈറ്റി, നല്ല വെറൈറ്റി അല്ലേ? ഇതിനൊക്കെ 1000 റുപ്പീസ് ആണ് അല്ലേ? 1000 റുപ്പീസ്. ഇനി കുറച്ച് 800-ൻ്റെതും 500-ൻ്റെതും ഒക്കെ ഉണ്ട്. അത് കാണിച്ചു തരാം. ഏറ്റവും ചെറിയ റേറ്റിൻ്റെ എത്ര രൂപയുടെ? റേറ്റിൻ്റെ 250 ആണ്. അതിപ്പോൾ ഞാൻ അതിൽ പൂക്കളില്ല, ചെറിയ മുട്ടുകളേ ഉള്ളൂ. അതിപ്പോൾ ഞാൻ 5 എണ്ണം 1000 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. അത് ശരിയാ. അപ്പോൾ ഒന്നിന് 200 രൂപ വരുള്ളൂ. 5 എണ്ണം ഒരുമിച്ച് എടുക്കണം അല്ലേ? ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയി ഉടൻ വരുന്നതാണ്.